മോദിയെ പിന്തുണച്ച ഓർത്തഡോക്സ് ബിഷപ്പ് ന്യൂനപക്ഷങ്ങൾക്ക് മേലുള്ള അക്രമങ്ങൾക്കെല്ലാം മോദിയോ ബിജെപിയോ അല്ല ഉത്തരവാദി. രാജ്യത്ത് നടക്കുന്ന വികസന പ്രവർത്തനങ്ങൾ കണ്ടില്ലെന്ന് നടിക്കാനാകില്ല. RSS രാജ്യത്തെ ദേവിയായി കാണുന്ന പ്രസ്ഥാനമാണെന്നും മലങ്കര ഓർത്തഡോക്സ് സുറിയാനി സഭ കുന്നംകുളം ഭദ്രാസന മെത്രാപ്പൊലീത്ത ഡോക്ടർ ഗീവർഗീസ് മാർ യൂലിയോസ് പറഞ്ഞു. പാമ്പാടി ദയറയിൽ BJP നേതാവ് N ഹരിയുമായി നടത്തിയ കൂടിക്കാഴ്ചയിലാണ് അദ്ദേഹത്തിന്റെ വാക്കുകൾ. മനസ്സിലാക്കുന്നത് ഈ രാഷ്ട്രീയ സ്വയം സേവക് എന്ന് പറയുന്നതിൻ്റെ ബേസ് കൺസെപ്റ്റ് അതാണ്. ഹൗ ക്യാൻ യു ബി എ ബെറ്റർ പേഴ്സൺ, ഹൗ ക്യാൻ ഐ ബി എ മോർ എഫക്റ്റീവ് പേഴ്സൺ അല്ലേ? ഈ ആവശ്യമില്ലാത്ത അന്ധവിശ്വാസങ്ങൾ മാറ്റി വയ്ക്കുക, എന്നാൽ ഡീപ്പായിട്ടുള്ള ഒരു സിവിക് സെൻസുള്ള സംവിധാനങ്ങളുണ്ടാകുക. ഹൗ ക്യാൻ യു ബി സെൽഫ് പ്രൊട്ടക്റ്റഡ് അല്ലേ? എങ്ങനെ നമ്മുടെ സമൂഹത്തെ, പ്രത്യേകിച്ച് നമ്മുടെ അമ്മ മയക്കുമരുന്ന് അങ്ങനെയുള്ളതിനോടുള്ള അതുപോലെ തന്നെ നമ്മൾ പറയത്തില്ലേ, അമ്മ, സഹോദരി, മകൾ ഒക്കെ നമുക്ക് സ്ത്രീ എന്ന് പറയുന്ന ദേവീ സങ്കല്പമാണ്. അപ്പം അവരൊക്കെ എന്തെങ്കിലും പ്രയാസം വന്നാൽ അവരെ പ്രൊട്ടക്റ്റ് ചെയ്യാൻ അത് നമ്മുടെ രക്ഷാബന്ധൻ്റെ ഒക്കെ വലിയ അർത്ഥമാണ്. അതിന് പകരം എന്തൊക്കെ സമൂഹത്തിൽ നടക്കുന്നു. അതുപോലെ തന്നെയാണ് ഈ പ്രചാര വിഷയത്തിൽ ഒരു കോടതി ഒരാളെ ശിക്ഷിച്ചു. ആ ശിക്ഷിച്ച ഉടനെ അത് കോടതിയെ നിയന്ത്രിക്കുന്നത് കേന്ദ്ര സർക്കാരാണ് നിയന്ത്രിക്കുന്ന സംഭവം. ആ കോടതിയിൽ തന്നെ അപ്പീൽ പോകണം, അതിന് മുകളിലുള്ള കോടതികളിൽ അപ്പീൽ പോകണം. ഈ രാജ്യത്തിൻ്റെ സുപ്രീം കോടതി വരെ അതിന് അപ്പീൽ പോകണം അല്ലേ? അപ്പീൽ പോയി അത് കറക്റ്റ് ചെയ്ത് ഫിക്സ് ചെയ്യാൻ പറ്റും. അപ്പോൾ അതിന് പകരം ഉടനെ അതിൻ്റെ പേര് കൊല്ലം വയ്ക്കുക. അപ്പോൾ ഞാൻ ചോദിക്കുന്നത്, മാന്യതയുള്ളൊരു സമൂഹത്തിനെ പറയാൻ കൊള്ളാവുന്നതാണ് ഇതിനെല്ലാം നിയന്ത്രിക്കുന്നത് കേന്ദ്ര സർക്കാരാണ്. അങ്ങനെ പറയാൻ കൊള്ളാവുന്നത്. അപ്പോൾ ഇതെല്ലാം തീർച്ചയായിട്ടും ഇപ്പോൾ സർക്കാരിൻ്റെ സംവിധാനങ്ങളാണെങ്കിലും അതിന് അതിൻ്റേതായ സ്വാതന്ത്ര്യത്തോടെ പ്രവർത്തിക്കുന്നത്. അപ്പോൾ അതൊക്കെ കാടടിച്ച് പറയുക. ഇത് പറയുന്നത് ആരാ? അതാണ് അടുത്ത രസം. ഇവിടെ സംസ്ഥാന തലത്ത് നീതി നടപ്പാക്കാത്ത പ്രസ്ഥാനങ്ങളാണ് പലപ്പോഴും പറയുന്നത്. MS അനീഷ് കുമാർ വിശദാംശങ്ങൾ നൽകും. അനീഷ്, വളരെ വലിയ പ്രശംസകളാണ് മോദിക്കും BJPക്കും ഒക്കെ ബിഷപ്പ് നൽകുന്നത്. ഓർത്തഡോക്സ് സഭയുടെ പിന്തുണ കൂടി ലഭിക്കുന്നു എന്നാണോ മനസ്സിലാക്കേണ്ടത്? തീർച്ചയായും കർദിനാൾ മാർ ജോർജ് ആലഞ്ചേരിയുടെ അഭിമുഖം വിവാദമായി കത്തിപ്പടരുന്നതിനിടെ വിവിധ വശങ്ങളായി കേരളത്തിൽ സജീവ ചർച്ചയായി മാറുന്നതിനിടെയാണ് ഇപ്പോൾ ഓർത്തഡോക്സ് വിഭാഗത്തിലെ പ്രമുഖനായ ഒരു മെത്രാപ്പൊലീത്ത ഡോക്ടർ ഗീവർഗീസ് മാർ യൂറിയോസ് മെത്രാപ്പൊലീത്ത, അദ്ദേഹം മോദിയെയും ഒപ്പം BJPയും RSSനുമൊക്കെ പൂർണ്ണമായി പിന്തുണച്ചുകൊണ്ട് രംഗത്തെത്തിയിരിക്കുന്നത്. ബഹുസ്വരത നിലനിൽക്കുന്ന ഒരു നാടാണ് ഇന്ത്യ. അതുകൊണ്ട് അവിടെ പലതരത്തിലുള്ള ചില ഉരസലുകൾ, ചില ഒറ്റപ്പെട്ട കേന്ദ്രങ്ങളിൽ നടക്കാം. പക്ഷേ അതെല്ലാം BJPയുടെ തലയിൽ വെക്കേണ്ടതില്ല എന്നാണ് അദ്ദേഹം പറയുന്നത്. രാജ്യത്തിപ്പോൾ നടക്കുന്ന വികസന പ്രവർത്തനങ്ങൾ ആർക്കും കണ്ടില്ലെന്ന് നടിക്കാൻ ആവില്ല. മികച്ച നേതൃത്വമാണ് ഇപ്പോൾ രാജ്യം ഭരിക്കുന്നത് എന്ന് അദ്ദേഹം വ്യക്തമാക്കുന്നു. ഉത്തരേന്ത്യയിൽ പലപ്പോഴും ന്യൂനപക്ഷങ്ങൾക്ക് നേരെ അക്രമം നടക്കുന്നുവെന്ന് മാധ്യമങ്ങളിൽ പറയുന്നു. പക്ഷേ ഇതിനെല്ലാം പിന്നിൽ BJPയോ RSSോ സംഘപരിവാർ സംഘടനകളോ അല്ല എന്നും തനിക്ക് വ്യക്തിപരമായി അറിയാമെന്ന് അദ്ദേഹം ചൂണ്ടിക്കാണിക്കുന്നു. ചത്തത് കീചകനാണെങ്കിൽ കൊന്നത് ഭീമൻ തന്നെ എന്ന മുൻവിധിയോടുകൂടിയാണ് കേരളത്തിലെ രാഷ്ട്രീയ പാർട്ടികൾ ഈ വിഷയങ്ങളെ കാണുന്നത്. ഈ മുൻവിധി ശരിയല്ല എന്നും അദ്ദേഹം പറയുന്നു. ഒപ്പം നേരത്തെ കൽക്കട്ടയിൽ ഈ ഒരു കോൺവെന്റ്, കന്യാസ്ത്രീകളുടെ കോൺവെന്റ് ആക്രമിച്ചുമായി ബന്ധപ്പെട്ട സംഭവത്തിൽ BJPക്കാരാണ് പ്രതികൾ എന്ന തരത്തിൽ ഉള്ള വിമർശനമുണ്ടായി. പക്ഷേ ബംഗ്ലാദേശിൽ നിന്നുള്ള വ്യാജ തിരിച്ചറിയൽ കാർഡുമായി എത്തിയവർ ആണ് ഈ കൃത്യത്തിന് പിന്നിലെന്ന് പിന്നീട് തെളിഞ്ഞതായി അദ്ദേഹം പറയുന്നു. ഒപ്പം രാജ്യത്തെ സ്വയം സേവക സംഘം, അതായത് RSS രാജ്യത്തെ ഒരു അമ്മയായി കാണുന്ന ഒരു സംഘടനയാണ്. അവർ വളരെ മികച്ച രീതിയിൽ രാജ്യത്തെ മുന്നോട്ട് കൊണ്ടുപോകുന്ന, അല്ലെങ്കിൽ രാജ്യ താല്പര്യം മുൻനിർത്തി മുന്നോട്ട് പോകുന്ന ഒരു സംഘടനയാണ് എന്ന തരത്തിലുള്ള കാര്യങ്ങളും പറയുന്നു. എന്തായാലും തനിക്ക് നരേന്ദ്രമോദിയുമായി അടുത്ത ബന്ധമാണുള്ളത്. അദ്ദേഹത്തിൻ്റെ സത്യപ്രതിജ്ഞാ ചടങ്ങിലേക്ക് അടക്കം പലതവണ തനിക്ക് ക്ഷണം കിട്ടിയിരുന്നു എന്നുമൊക്കെ അദ്ദേഹം പറയുന്നുണ്ട്. ഗുജറാത്തിൽ ദീർഘനാൾ സേവന പ്രവർത്തനങ്ങളിൽ, വിദ്യാഭ്യാസ രംഗത്തടക്കം പ്രവർത്തനങ്ങളിൽ വ്യാപൃതനായ ആളാണ്. അക്കാലത്ത് മോദിയുടെ വികസന പ്രവർത്തനങ്ങൾ കണ്ടെത്താൻ അമ്പരന്ന് പോയിട്ടുണ്ട് എന്ന് പോലും അദ്ദേഹം പറയുന്നു. എന്തായാലും കൃത്യമായ ഒരു മോദി സ്തുതിയും ഒപ്പം RSS BJP
സംഘടനകളെ പിന്തുണച്ചുകൊണ്ടുമാണ് പറയുന്നത്. മറുവശത്ത് ED പോലുള്ള കേന്ദ്ര ഏജൻസികളെ കേന്ദ്ര സർക്കാർ ദുരുപയോഗം ചെയ്യുന്നുവെന്ന ആരോപണങ്ങൾക്കും കൃത്യമായി മറുപടി പറയുന്നു. രാഹുൽ ഗാന്ധി അടക്കമുള്ളവർക്കുള്ള മറുപടിയും ഇതിൽ ഉണ്ട്. കാരണം ഒരു കോടതി വിധി പ്രതികൂലമാവുമ്പോൾ അയോഗ്യനാവുന്നു, അല്ലെങ്കിൽ ഒരു കോടതി വിധി പ്രതികൂലമാവുമ്പോൾ അത് കേന്ദ്ര സർക്കാരിൻ്റെ നിയന്ത്രണത്തിലുള്ള ഏജൻസികളാണ് ആ കോടതി വിധിക്ക് പിന്നിൽ എന്ന് പറയുന്നതിന് പകരം, അല്ലെങ്കിൽ അന്വേഷണ ഏജൻസികൾക്ക് പിന്നിൽ കേന്ദ്ര സർക്കാരാണ് എന്ന് പറയുന്നതിന് പകരം ഈ ജനാധിപത്യ സംവിധാനത്തിൽ കോടതികളെ സമീപിച്ച് ആ നിയമക്കുരുക്കിൽ നിന്നും മാറാനാണ് ശ്രമിക്കേണ്ടതെന്നും അദ്ദേഹം വ്യക്തമാക്കുന്നുണ്ട്. എന്തായാലും വളരെ കൃത്യമായി തന്നെ കേന്ദ്ര സർക്കാരിനെയും മോദിയെയും BJPയും RSSനും ഒക്കെ പുകഴ്ത്തുകയാണ് ചെയ്തിരിക്കുന്നത്. BJPയുടെ മധ്യമേഖല അധ്യക്ഷനായ N. ഹരി ഈസ്റ്ററുമായി ബന്ധപ്പെട്ട ഈ വൈദികരെയും പുരോഹിതരെയും ഒക്കെ നേരിട്ട് കാണുന്ന തരത്തിലുള്ള ക്യാമ്പയിനുമായി ബന്ധപ്പെട്ട് പാമ്പാടിയിൽ ദയറയിൽ അദ്ദേഹത്തെ സന്ദർശിച്ചപ്പോഴാണ് ഇക്കാര്യങ്ങൾ പറഞ്ഞിരിക്കുന്നത്. അനീഷ് കുമാറാണ് ആ വിവരങ്ങൾ നൽകിക്കൊണ്ടിരിക്കുന്നത്. ഈ ക്രൈസ്തവ പക്ഷത്തെ ഒപ്പം ചേർത്തുകൊണ്ട് മുന്നോട്ട് പോവുക, ഇപ്പോൾ ഈ ലോക്സഭാ തെരഞ്ഞെടുപ്പൊക്കെ അടുത്തു വരുന്ന ഒരു കാലമാണ്. അപ്പോൾ ഈ രാഷ്ട്രീയം എത്രത്തോളം ഇല്ല എന്ന് BJP ആവർത്തിച്ച് പറഞ്ഞാലും ഈ ബിഷപ്പുമാരെയും മതമേലധ്യക്ഷന്മാരെയും ഒക്കെ നേരിട്ട് കാണുന്നതിൽ അത്രത്തോളം വ്യക്തമാണ് രാഷ്ട്രീയം എന്നുള്ളത്. ഈ ഒരു അജണ്ടയുടെ ഭാഗമായുള്ള ഒരു സന്ദർശനത്തിൽ തന്നെയാണ് ഇത്തരത്തിലൊരു BJP നേതാവിനോട് തന്നെയാണ് ബിഷപ്പിന്റെ ഈ ഒരു നല്ല വാക്കുകൾ, മോദിയെയും BJPയും പുകഴ്ത്തിക്കൊണ്ടുള്ള നല്ല വാക്കുകൾ എത്തിയിട്ടുള്ളത്. ഇത് എത്രത്തോളം വോട്ടായി മാറ്റാമെന്നാണ് BJP കരുതുന്നത്? അത് പ്രതീക്ഷയ്ക്ക് വകവയ്ക്കുന്നതാണോ അവർക്ക്? കേരളത്തിൽ കാര്യമായ ഒരു നേട്ടമുണ്ടാക്കാൻ BJPക്ക് കഴിഞ്ഞിട്ടില്ല ഇതുവരെ. കാരണം സംഘടനാപരമായി പലയിടങ്ങളിലും ശക്തമാണ്. RSSന്റെ പ്രവർത്തനങ്ങളും മറ്റുമൊക്കെ താഴെത്തട്ടിലേക്ക് ഉണ്ടെങ്കിൽ പോലും അത് തെരഞ്ഞെടുപ്പ് ഫലമായി മാറുന്നില്ല എന്ന തിരിച്ചറിവ് BJPക്കുണ്ട്. അതിൽ കൃത്യമായ അജണ്ട ക്രമീകരിക്കേണ്ടത് ന്യൂനപക്ഷങ്ങളുമായി ബന്ധപ്പെട്ടാണ്. അതിൽ തന്നെ ക്രൈസ്തവ വിഭാഗവുമായാണ് BJPക്ക് ഏറ്റവും കൂടുതൽ അടുക്കാൻ സാധ്യതയുള്ളതെന്നും അവർ കണ്ടെത്തിയിരിക്കുന്നു. അതുകൊണ്ട് ക്രൈസ്തവ വിഭാഗവുമായി അടുത്തു കഴിഞ്ഞാൽ ന്യൂനപക്ഷ മേഖലയിൽ സ്വാധീനമുള്ള ഇടങ്ങളിൽ BJPയുടെ പരമ്പരാഗത വോട്ടുകൾക്കൊപ്പം ഈ ന്യൂനപക്ഷ. ശരി അനീഷ് കുമാർ, തുടരുക. ഇപ്പോൾ BJP നേതാവ് ശ്രീ N. ഹരി തന്നെ നമുക്കൊപ്പം ചേരുകയാണ്. ഹരി, താങ്കളുമായിട്ടുള്ള കൂടിക്കാഴ്ചയിലാണ് വലിയ പിന്തുണയാണ്, വലിയ പ്രശംസയാണ് മോദിക്കും BJPക്കും ബിഷപ്പിന്റെ ഭാഗത്തു നിന്ന് ലഭിച്ചിട്ടുള്ളത്. ഈ ക്രൈസ്തവ പക്ഷത്തെ ഒപ്പം ചേർക്കുക, ഒപ്പം നിർത്തുക എന്നുള്ള അജണ്ടയോട് കൂടിയിട്ടാണ് ഇപ്പോൾ BJP മുന്നോട്ട് പോകുന്നത്. തിരഞ്ഞെടുപ്പ് എത്തി നിൽക്കുന്ന ഈ ഒരു കാലഘട്ടത്തിൽ ഇത്തരത്തിലുള്ള ഈ പ്രശംസയൊക്കെ വോട്ടായി മാറുമെന്നുള്ള അനുകൂല പ്രതീക്ഷയാണോ ഉള്ളത് പാർട്ടിക്ക്? ആദ്യം തന്നെ ഞാൻ പറയട്ടെ, ഇത് വോട്ടുമായോ ഇലക്ഷനുമായോ യാതൊരു തരത്തിലുള്ള ബന്ധവുമല്ല. ഭാരതീയ ജനതാ പാർട്ടി സംസ്ഥാന ഘടകവും അതിൽ തന്നെ ഓൾ ഇന്ത്യ ഘടകവും ഞങ്ങൾ ഇത്തവണയല്ല, അതാരും ശ്രദ്ധിക്കാത്ത പോലെ നമ്മുടെ ക്രിസ്തുമസ് ദിനത്തിലും അതുപോലെ തന്നെ ഇതുപോലെ തന്നെ ഈസ്റ്റർ ദിനത്തിലെ പോലെ തന്നെ ക്രിസ്ത്യൻ ഭവനങ്ങളും അതുപോലെ തന്നെ ആരാധനാ കേന്ദ്രങ്ങളും ഒക്കെ തന്നെ ഭാരതീയ ജനതാ പാർട്ടിയുടെ പ്രവർത്തകർ വീട് വീടാന്തരം, സഭകൾ മാത്രമല്ല വീട് വീടാന്തരം അതിനകത്ത് വോട്ട് കിട്ടുകയോ വിട്ടുകിട്ടുകയോ ഇലക്ഷൻ ഒരു അജണ്ടയേ അല്ല. ഇനിയും ഇലക്ഷന് മുൻപോട്ട് കാലങ്ങളുണ്ട്. അതുപോലെ തന്നെ ഈസ്റ്റർ ദിനത്തിൽ ഞാൻ തന്നെ പല സ്ഥലങ്ങളിലും പോയിരുന്നു. അപ്പോ ഈ ബാവ തിരുമേനി ഇന്ന് അവിടെ ഉണ്ട് എന്നറിഞ്ഞു. ഞാൻ അദ്ദേഹത്തെ ഈസ്റ്റർ ദിന ആശംസ ആയി അറിയിക്കാനായിട്ട് അവിടെ എത്തി. അപ്പോൾ അദ്ദേഹം പറഞ്ഞ ഒരു കാര്യം, അതിനെ അടർത്തിയെടുത്തിട്ടായിരിക്കാം ഒരുപക്ഷെ ഇങ്ങനെ പറഞ്ഞു. അദ്ദേഹം ഒരുപക്ഷെ മുഖ്യമായി എനിക്ക് തോന്നുന്നു കേരളത്തിലെ ഏറ്റവും കൂടുതൽ അദ്ദേഹം പറഞ്ഞതനുസരിച്ച് എനിക്ക് നേരത്തെ തൊട്ടറിയാം. അദ്ദേഹം പല കാര്യങ്ങളും പറഞ്ഞിരുന്നു. അദ്ദേഹം അഹമ്മദാബാദ് കേന്ദ്രീകരിച്ചു അദ്ദേഹത്തിന്റെ അവിടുത്തെ വിദ്യാഭ്യാസവുമായി ബന്ധപ്പെട്ട സ്ഥാപനങ്ങൾ നോക്കുന്ന ഒരു ചുമതലയായിരുന്നു. അദ്ദേഹം വളരെ കാലങ്ങളോളം അവിടെ മോദിയുമായി മുഖ്യമന്ത്രിയായിരുന്ന സമയം മുതൽ വളരെ അടുത്ത ബന്ധം ഉള്ളയാളായിരുന്നു. അദ്ദേഹം തന്നെ പറയുന്നുണ്ട്, ആദ്യം മോദി സത്യപ്രതിജ്ഞ ചെയ്ത സമയത്ത് അദ്ദേഹം അവിടെ പോവുകയുണ്ടായിരുന്നു. അദ്ദേഹത്തിനെ നേരിട്ട് രാഷ്ട്രപതി ഭവനിൽ നിന്നാണ് അദ്ദേഹത്തിന് കത്ത് കിട്ടത്. ഇത്തവണ പോകാൻ സാധിച്ചില്ല, കാരണം അദ്ദേഹം അവിടെ ഇല്ലായിരുന്നു. പിന്നെ അദ്ദേഹം പറയുന്ന ഒരു കാര്യം എന്ന് പറയുന്നത്, അദ്ദേഹം എന്നോട് പങ്കുവച്ചത് ഇത്തരത്തിലുള്ള ഒരു കാര്യത്തിനും അവിടെ വിദ്യാഭ്യാസപരമോ ബാക്കിയുള്ള ഒരു കാര്യങ്ങൾക്കും ഒരു ബുദ്ധിമുട്ടും ഉണ്ടായിട്ടില്ല. അതുപോലെ തന്നെ ഏത് സമയത്തും ഈ വിദ്യാഭ്യാസപരമോ ഏത് കാര്യത്തിലും സമീപിക്കാം, എപ്പോഴും സാധിക്കും. അദ്ദേഹം ആ കാര്യങ്ങളാണ് കൂടുതലായി പറഞ്ഞത്. കാരണം അവിടെ നിന്നിട്ട് അദ്ദേഹത്തിന് അറിയാൻ സാധിച്ചു. പിന്നെ അദ്ദേഹം വളരെ വ്യക്തമായി പറഞ്ഞ ഒരു കാര്യം, അദ്ദേഹം പറഞ്ഞത് ഈ ആക്രമണങ്ങൾ എന്നാണ് സാധാരണ രീതിയിൽ പറയുക. അപ്പൊ അദ്ദേഹത്തിന് പോലും ഒരു സമയത്ത് ഒരു ആശങ്കയുണ്ടായ ഒരു സംഭവത്തിൽ അദ്ദേഹം അവിടെ ചെന്നപ്പോഴാണ് ഒരു കന്യാസ്ത്രീ മഠം ആക്രമിച്ചു. ഹലോ
കേൾക്കുന്നുണ്ട്, താങ്കൾ തുടർന്നോളൂ, പറഞ്ഞോളൂ. ആക്രമിച്ചു എന്ന് പറഞ്ഞുകൊണ്ട് അവിടെ ആളുകൾ അവിടെ ചില മാധ്യമങ്ങൾ മുഴുവൻ വാർത്തയായിട്ട് അദ്ദേഹം പറഞ്ഞു വൈകുന്നേരത്തോടു കൂടി അതിന്റെ പ്രതികളെ പിടിക്കുന്ന സമയത്ത് അവർ സമ്മതിച്ചു. കാരണം ആ മഠത്തിൽ നിന്ന് തൊഴിലെടുത്തുകൊണ്ടിരുന്ന ബംഗ്ലാദേശികളായിട്ടുള്ള വ്യാജ പ്രൊഫൈലുള്ള അല്ലെങ്കിൽ അത്തരം ഇതുണ്ടാക്കിയിട്ടുള്ള ആളുകളെ പോലീസ് പിടിച്ച സമയത്താണ് യഥാർത്ഥമായ വസ്തുത വെളി വന്നത്. ഇത്തരത്തില് നിരവധിയായിട്ടുള്ള ഉദാഹരണത്തിന് BJPയുമായി ഒരു ബന്ധവുമില്ലാത്ത ആളുകൾ എന്തെങ്കിലും ചെയ്താലും അതെല്ലാം ഒരു സ്ഥലത്തിലേക്ക് കൊണ്ടുവരികയും അദ്ദേഹം പറഞ്ഞ ഒരു കാര്യം, ഇങ്ങനെ പിടിക്കപ്പെട്ട് കഴിഞ്ഞതിന് ശേഷം ഈ മാധ്യമങ്ങൾ ഒന്നും തന്നെ പിറ്റേ ദിവസം അത് ഇങ്ങനെയായിരുന്നു എന്ന് പറയാനായിട്ടൊരു സാഹചര്യം വന്നിട്ടില്ല. അപ്പോ അത്തരമായിട്ടുള്ള കാര്യങ്ങളാണ് അദ്ദേഹം പറഞ്ഞത്. അല്ലാതെ അദ്ദേഹം രാഷ്ട്രീയപരമായ പിന്തുണയോ രാഷ്ട്രീയപരമായ കാര്യങ്ങളോ മോദിയുടെ നല്ല വശങ്ങളും അദ്ദേഹം ശ്രീ ഹരി ഇതില് രാഷ്ട്രീയമില്ല എന്ന് ആവർത്തിച്ച് പറയുന്നത് കൊണ്ട് ചോദിക്കുകയാണ്, അപ്പോൾ വോട്ട് ബാങ്കിനപ്പുറം എന്താണ് ഇത്തരം സന്ദർശനങ്ങളിലൂടെ ലക്ഷ്യം വെക്കുന്നത് പാർട്ടി? ഇവിടെ ഒരു രാഷ്ട്രീയ പാർട്ടിയെ സംബന്ധിച്ച് BJPയും അതുപോലെ തന്നെ സംഘപരിവാർ പ്രസ്ഥാനങ്ങളും എല്ലാം തന്നെ എല്ലാ കാലവും, അതുകൊണ്ടാണല്ലോ ഇപ്പോ കഴിഞ്ഞ ദിവസങ്ങളില് ഇവിടുത്തെ നേതാക്കന്മാർ അതിനകത്ത് രാഷ്ട്രീയ ഭേദം മറന്നുകൊണ്ട് അവര് വലിയ പുക്കറപ്പം ഉണ്ടാക്കിക്കൊണ്ടിരിക്കുകയാണ്. ബഹുമാന്യനായ എന്റെ നാട്ടുകാരൻ കൂടിയായിട്ടുള്ള കാനൻ രാജേന്ദ്രൻ ഇന്നും അദ്ദേഹം പറഞ്ഞിരിക്കുന്നത് അവിടെ ആതിഥ്യ മര്യാദയുണ്ട്, അവർക്ക് സ്വീകരിക്കാം, അവർക്ക് അവിടെ പോകാം. അപ്പൊ അദ്ദേഹം പറഞ്ഞു വെക്കുന്നത് അതിനപ്പുറം ഒന്നുമില്ല എന്നുള്ളതാണ്. സ്വാഭാവികമായും BJPയുടെ ആളുകൾ ഇങ്ങനെയുള്ള സ്ഥലങ്ങളിൽ പോകുന്നതല്ല. ഇവരുടെ ഇടയിൽ വർഗീയ ചിന്തകൾ ഈ കേരളത്തില് പുകമറ സൃഷ്ടിച്ചുകൊണ്ട് BJPയെ അകറ്റി നിർത്തുന്ന ഒരു സമീപനം കുറച്ചു നാളുണ്ടായിരുന്നു. ഇപ്പൊ ജനങ്ങൾ അവർക്ക് സോഷ്യൽ മീഡിയ ഉണ്ട്, ഇതുപോലെ നിങ്ങളെ പോലുള്ള മാധ്യമങ്ങളുണ്ട്, എല്ലാവരും അവരുടെ വിരൽത്തുമ്പിലാണെന്ന്. അപ്പൊ ഇവർക്ക് പിടിച്ചു നിൽക്കാനായിട്ട് സാധിക്കുന്നില്ല. എന്താണ് സംഭവങ്ങൾ കൃത്യമായി അറിയാൻ സാധിക്കും. അപ്പോ ഭാരതീയ ജനതാ പാർട്ടിയെ സംബന്ധിച്ച് അവരിലുള്ള ആശങ്കകൾ എന്നുള്ളതാണ് ഞാൻ വ്യക്തമായി എടുത്തു പറയുന്നു. ആശങ്കകൾ അകറ്റി ഒന്നിച്ച് ഒരു മനസ്സോടുകൂടി മുന്നോട്ട് പോകുന്ന ഒരു സാഹചര്യം ഈ കേരളത്തിൽ ഉണ്ടാക്കുക എന്നതാണ് ഭാരതീയ ജനതാ പാർട്ടിയുടെ ഒരു ലക്ഷ്യമെന്ന് ഞങ്ങൾക്ക് യാതൊരു സംശയവുമില്ല. അങ്ങനെയെങ്കിൽ മറ്റ് ന്യൂനപക്ഷ മത മേലധ്യക്ഷന്മാരെ കൂടി കാണേണ്ടതില്ലേ? കാണുന്നുണ്ടല്ലോ, എല്ലാവരെയും കാണുന്നുണ്ടല്ലോ, ഒരാളെ മാത്രമല്ലല്ലോ, എല്ലാവരെയും കാണുന്നുണ്ട്. ഈ കഴിഞ്ഞ ദിവസങ്ങളിലായി ഒക്കെ തന്നെ നിരവധിയായിട്ടുള്ള ആളുകളെ കണ്ടുകൊണ്ടിരിക്കുകയാണ്. ശരി, വളരെ നന്ദി ശ്രീ N. ഹരി ഈ നിമിഷം ഞങ്ങളോട് പ്രതികരിച്ചതിന്. MS അനീഷ് കുമാർ തുടരുന്നുണ്ട്. അനീഷ്, ഈ ഡോക്ടർ ഗീവർഗീസ് മാർ യൂലിയോസ് പറഞ്ഞ വാക്കുകളിലേക്കും അദ്ദേഹത്തിന്റെ പ്രശംസയിലേക്കും ഒരിക്കൽ കൂടി പോവുകയാണെങ്കിൽ തീർച്ചയായും അങ്ങേയറ്റം ഈ BJP ഇപ്പോൾ നടത്തുന്ന പ്രചാരണം അല്ലെങ്കിൽ ഈ തെരഞ്ഞെടുപ്പ് മുന്നിൽ കണ്ട് എന്ന് തന്നെ നമുക്ക് പറയേണ്ടി വരും. കാരണം ന്യൂനപക്ഷ വോട്ടുകളിൽ കൂടുതൽ കണ്ണും നട്ടുള്ള പ്രവർത്തനങ്ങളുമായാണ് മുന്നോട്ട് പോകുന്നത്. ചിലയിടങ്ങളിലെങ്കിലും അത്ഭുതങ്ങൾ സംഭവിക്കാൻ സാധ്യതയുണ്ട് എന്ന് അവർ കണക്കൂട്ടുന്നു. കാരണം കഴിഞ്ഞ ദിവസം തന്നെ കർദിനാൾ മാർ ജോർജ് ആലഞ്ചേരിയുടെ വാക്കുകൾ വലിയ ചർച്ചയ്ക്കാണ് വഴി തുറന്നിരിക്കുന്നത്. മൂന്ന് മുന്നണിയിലെയും ആളുകൾ ഇതുമായി ബന്ധപ്പെട്ട് അനുകൂലിച്ചും പ്രതികൂലിച്ചും ഒക്കെയുള്ള ആ വാക്കുകൾ പറഞ്ഞു കഴിഞ്ഞു. ഒപ്പം വിവിധ സഭകളുമായി ബന്ധപ്പെട്ട ആളുകളും പുരോഹിതരടക്കമുള്ള ആളുകളും തങ്ങളുടെ നിലപാടുകൾ പറഞ്ഞു കഴിഞ്ഞു. നമുക്കറിയാം ഈ നേരത്തെ UDF അനുകൂല നിലപാട് സ്വീകരിച്ചിരുന്ന അല്ലെങ്കിൽ അത്തരത്തിലൊക്കെ പോയിരുന്ന ഒരു വിഭാഗത്തിൻ്റെ അടുത്തു നിന്നാണ് BJPക്ക് ഒരു എൻട്രി വേണമെങ്കിൽ കിട്ടിയിരിക്കുന്നതെന്ന് നമുക്ക് പറയാൻ സാധിക്കും. ഇതിൻ്റെ ഒരു തുടർച്ചയായി തന്നെയാണ് ഇപ്പോൾ ഓർത്തഡോക്സ് സഭയിൽ തന്നെ ഒരു പ്രമുഖനായ മെത്രാപ്പോലിത്ത തൻ്റെ നിലപാടുകൾ പറയുന്നത്. അതിൽ അങ്ങേയറ്റം മോദിയുടെ വികസന കാഴ്ചപ്പാടുകൾ സ്വാഗതം ചെയ്യേണ്ടതാണ്. ഈ നാട്ടിലെ ചില മാധ്യമങ്ങളും മറ്റും ചേർന്ന് നാട്ടിൽ ഒരു വികസനവും നടക്കുന്നില്ല എന്ന തരത്തിലുള്ള ചില പ്രചാരണങ്ങൾ നടത്തുകയാണ് എന്ന് പോലും അദ്ദേഹം പറയുന്നു. ഈ പല വികസന പ്രവർത്തനങ്ങളും പടങ്ങൾ വെച്ച് തങ്ങളുടെ വികസന പ്രവർത്തനങ്ങളാക്കി ചിത്രീകരിക്കുന്ന ആളുകളും നാട്ടിലുണ്ട് എന്നൊക്കെ പറയുന്നു. അതായത് സംസ്ഥാന സർക്കാർ പോലും കേന്ദ്രത്തിൻ്റെ വികസന പദ്ധതികളുടെ പിതൃത്വം സ്വന്തമാക്കാൻ ശ്രമങ്ങൾ നടത്തുന്നു എന്നാണ് അദ്ദേഹം പറഞ്ഞു വയ്ക്കുന്നത്. അതുകൊണ്ട് ഒപ്പം ഈ ന്യൂനപക്ഷങ്ങൾക്കെതിരായ ആക്രമണം എന്ന ഒരു ട്രാക്കിലാണ് ഈ കേരളത്തിലും മറ്റുമൊക്കെ എപ്പോഴും BJPയെ ഈ ശത്രുപക്ഷത്ത് നിർത്തുന്ന ന്യൂനപക്ഷ വിഭാഗങ്ങൾക്ക് നേരെ ഉത്തരേന്ത്യയിലും മറ്റുമൊക്കെ നിരന്തരമായി ആക്രമണങ്ങൾ നടത്തുന്നു. അവരുടെ മഠങ്ങൾക്ക് നേരെ ആക്രമണം ഉണ്ടാകുന്നത് എന്തൊക്കെയാണ് ഇപ്പോഴും ഇവിടെ വലിയ വിവാദമായി കത്തിപ്പടരാറുള്ളത്. പക്ഷേ ഇതിൻ്റെയൊക്കെ പിന്നിൽ BJP അല്ല, അല്ലെങ്കിൽ ഇത്തരം എല്ലാ സംഭവങ്ങൾക്കും പിന്നിൽ BJP അല്ല എന്നാണ് അസന്നിഗ്ധമായി തന്നെ അദ്ദേഹം പറയുന്നത്. ചത്തത് കീചകനെങ്കിൽ കൊന്നത് ഭീമൻ തന്നെ എന്ന നിലപാടാണ് കേരളത്തിൽ ഉള്ളത്. ആ നിലപാട് ശരിയല്ല. കേരളത്തിലെ രാഷ്ട്രീയ പാർട്ടികൾ ആ നിലപാട് മാറ്റേണ്ട സമയം അതിക്രമിച്ചു കഴിഞ്ഞിരിക്കുന്നു എന്നും പറയുന്നു. ഒപ്പം ഈ കോടതി ഒരാളെ ശിക്ഷിച്ചു കഴിഞ്ഞാൽ ശരി, MS അനീഷ് കുമാറാണ് വിവരങ്ങൾ നൽകിയത്. മോദിയെ പിന്തുണച്ചും BJPയെ അനുകൂലിച്ചും
ഓർത്തഡോക്സ് ബിഷപ്പ് രംഗത്ത് എത്തിയിരിക്കുകയാണ്. അദ്ദേഹത്തിന്റെ വാക്കുകളിലേക്ക് ഒരിക്കൽ കൂടി. പേഴ്സണാലിറ്റി ഞാൻ മനസ്സിലാക്കുന്നത് ഈ രാഷ്ട്രീയ സ്വയംസേവകൻ എന്ന് പറയുന്നതിന്റെ ബേസ് കൺസെപ്റ്റ് അതാണ്. ഹൗ ക്യാൻ യു ബി എ ബെറ്റർ പേഴ്സൺ? ഹൗ ക്യാൻ ഐ ബി എ മോർ എഫക്റ്റീവ് പേഴ്സൺ? അല്ലേ? ഈ ആവശ്യമില്ലാത്ത അന്ധവിശ്വാസങ്ങൾ മാറ്റി വയ്ക്കുക, എന്നാൽ ഡീപ്പായിട്ടുള്ള ഒരു സിവിക് സെൻസുള്ള സംവിധാനങ്ങളുണ്ടാകുക. ഹൗ ക്യാൻ യു ബി സെൽഫ് പ്രൊട്ടക്റ്റഡ്? അല്ലേ? എങ്ങനെ നമ്മുടെ സമൂഹത്തെ, പ്രത്യേകിച്ച് നമ്മുടെ അമ്മ മയക്കുമരുന്ന് അങ്ങനെയുള്ളതിനോടുള്ള അതുപോലെ തന്നെ നമ്മൾ പറയത്തില്ലേ, അമ്മ, സഹോദരി, മകൾ ഒക്കെ നമുക്ക് സ്ത്രീ എന്ന് പറയുന്ന ദേവീ സങ്കല്പമാണ്. അപ്പം അവരൊക്കെ എന്തെങ്കിലും പ്രയാസം വന്നാൽ അവരെ പ്രൊട്ടക്റ്റ് ചെയ്യാൻ, കാരണം നമ്മുടെ രക്ഷാബന്ധൻ്റെ ഒക്കെ വലിയ അർത്ഥമാണ്. അതിന് പകരം എന്തൊക്കെ സമൂഹത്തിൽ നടക്കുന്നു. അതുപോലെ തന്നെയാണ് ഇപ്പോൾ ചില വിഷയത്തിൽ ഒരു കോടതി ഒരാളെ ശിക്ഷിച്ചു. ആ ശിക്ഷിച്ച ഉടനെ അത് കോടതിയെ നിയന്ത്രിക്കുന്നത് കേന്ദ്ര സർക്കാരാണെന്ന് എനിക്ക് സമ്മതം. ആ കോടതിയിൽ തന്നെ അപ്പീൽ പോകണം, അതിന് മുകളിലുള്ള കോടതികളിൽ അപ്പീൽ പോകണം. ഈ രാജ്യത്തിൻ്റെ സുപ്രീം കോടതി വരെ അതിന് അപ്പീൽ പോകണം. അല്ലേ? അപ്പീൽ പോയി അത് കറക്റ്റ് ചെയ്ത് ഫിക്സ് ചെയ്യാൻ പറ്റും. അപ്പോൾ അതിന് പകരം ഉടനെ അതിൻ്റെ പേര് കൊല്ലം വയ്ക്കുക. അപ്പോൾ ഞാൻ ചോദിക്കുന്നത്, മാന്യതയുള്ളൊരു സമൂഹത്തിനെ പറയാൻ കൊള്ളാവുന്നതാണ് ഇതിനെല്ലാം നിയന്ത്രിക്കുന്നത് കേന്ദ്ര സർക്കാരാണ്. അങ്ങനെ പറയാൻ കൊള്ളാവുന്നത്. അപ്പോൾ ഇതെല്ലാം തീർച്ചയായും ഇപ്പോൾ സർക്കാരിൻ്റെ സംവിധാനങ്ങളാണെങ്കിലും അതിൻ്റെതായ സ്വാതന്ത്ര്യത്തോടെ പ്രവർത്തിക്കുന്നത്. അപ്പോൾ അതൊക്കെ കാടടിച്ച് പറയുക. ഇത് പറയുന്നത് ആരാ? അതാണ് അടുത്ത രസം. ഇവിടെ സംസ്ഥാന തലത്ത് നീതി നടപ്പാക്കാത്ത പ്രസ്ഥാനങ്ങളാണ് പലപ്പോഴും പറയുന്നത്. ഈസ്റ്റർ ദിനത്തിലെ BJP നേതാക്കളുടെ അരമന സന്ദർശനത്തിൽ രാഷ്ട്രീയ വിവാദം കൊഴുക്കുന്നു. ലോകത്ത് ക്രൈസ്തവരെ ഏറ്റവും അധികം പീഡിപ്പിച്ചത് കമ്മ്യൂണിസ്റ്റുകളെന്ന് കേന്ദ്രമന്ത്രി വി മുരളീധരൻ ആരോപിച്ചു. BJPയുടെ അരമന സന്ദർശനം ഇരട്ടത്താപ്പെന്ന് മന്ത്രി PA മുഹമ്മദ് റിയാസ് കുറ്റപ്പെടുത്തിയപ്പോൾ മുസ്ലിം ജനവിഭാഗങ്ങളിൽ ആശങ്ക ജനിപ്പിക്കാനാണ് മന്ത്രിയുടെ ശ്രമം എന്നായിരുന്നു കെ സുരേന്ദ്രന്റെ പ്രതികരണം. ഇന്നലെ മുഖ്യമന്ത്രി തന്നെ BJP നേതാക്കളുടെ അരമന സന്ദർശനത്തെ വിമർശിച്ച് രംഗത്തെത്തിയിരുന്നു. ഇതാ നിങ്ങളുടെ അടുത്തേക്ക് ഞങ്ങൾ വരുന്നു എന്നത് ചിത്രം കാണിക്കേണ്ടത് നിങ്ങളുടെ ഒരു ആവശ്യമാണ്. പക്ഷേ നിങ്ങൾ മനസ്സിലാക്കേണ്ടത്, ആളുകള് അവരുടെ അനുഭവത്തിലൂടെയാണ് കാര്യങ്ങൾ വിലയിരുത്തുന്നത്. പിന്നാലെയാണ് BJP നേതാക്കളും സ്വരം കടുപ്പിച്ചത്. ക്രൈസ്തവ സ്നേഹത്തിന്റെ വ്യാജ കുപ്പായം അണിഞ്ഞവരാണ് കമ്മ്യൂണിസ്റ്റ് നേതാക്കൾ. വിചാരധാരയുമായി ക്രൈസ്തവരെ ബോധവൽക്കരിക്കാൻ ഇറങ്ങുന്നവർ പാർട്ടി ഓഫീസുകളിൽ നിന്ന് ലെനിന്റെയും സ്റ്റാലിന്റെയും ചിത്രങ്ങൾ നീക്കുകയാണ് ആദ്യം വേണ്ടതെന്ന് മുരളീധരൻ പറഞ്ഞു. അവിടെ കന്യാമറിയത്തിന്റെയും യേശുക്രിസ്തുവിന്റെയും സ്വരൂപങ്ങൾക്ക് പകരം ചൈനീസ് പ്രസിഡന്റിന്റെ പടം വെക്കണം എന്ന് പറഞ്ഞത് കമ്മ്യൂണിസ്റ്റ് പാർട്ടിയാണ്. അതുകൊണ്ട് കമ്മ്യൂണിസ്റ്റ് പാർട്ടിയാണ് ആദ്യം പശ്ചാത്തപിക്കേണ്ടത്. പിണറായി വിജയനാണ് പശ്ചാത്തപിക്കേണ്ടത്. CPM-ന് പുറമെ മുസ്ലിം ലീഗിനെ വിമർശിച്ച കെ സുരേന്ദ്രൻ മുഹമ്മദ് റിയാസ് തീവ്രവാദ സംഘടനകളുമായി ചങ്ങാത്തം പുലർത്തുന്നയാളാണെന്നും ആക്ഷേപിച്ചു. ഞങ്ങൾക്ക് വ്യക്തമായിട്ട് അറിയാം മുഹമ്മദ് റിയാസ് ഏതൊരു പോളറൈസേഷന് വേണ്ടിയാണോ ശ്രമിക്കുന്നത്. ലീഗുകാരെ മനസ്സിലാക്കിയാൽ മതി. ഞങ്ങളെ സംബന്ധിച്ചിടത്തോളം മുസ്ലിം വിഭാഗത്തിലും സമ്പർക്കം നടത്തി അവരുടെ വിശ്വാസം ആർജിക്കാൻ ആവശ്യമായിട്ടുള്ള നടപടികളാണ് ഞങ്ങൾ പോകുന്നത്. വിചാരധാര മാത്രമല്ല, ഈ വർഷം ജനുവരിയിലെ ഓർഗനൈസറിൽ വന്ന ലേഖനവും ക്രൈസ്തവർക്ക് എതിരാണെന്നും നക്ഷത്രം തൂക്കാൻ പറ്റില്ലെന്ന് ആഹ്വാനം ചെയ്തവരില്ലേ എന്നും മുഹമ്മദ് റിയാസ് തിരിച്ചടിച്ചു. വീടുകളിൽ ആർക്കും എങ്ങനെയും തെരഞ്ഞെടുത്ത് പോവാം, അതൊക്കെ ഓരോരുത്തർ തീരുമാനിക്കേണ്ട കാര്യം. പക്ഷേ പൊതുവെ ഇതുകൊണ്ട് രാഷ്ട്രീയമായി BJP ഉദ്ദേശിക്കുന്ന ഗുണമുണ്ടോ ഇല്ലയോ എന്ന് പറയാനുള്ള അവകാശം കേരളത്തിലെ ജനങ്ങൾക്കുണ്ട്. BJP അരമന സന്ദർശനത്തിൽ രാഷ്ട്രീയ വിവാദങ്ങളും വിമർശനങ്ങളും തുടരുമെന്നാണ് നേതാക്കളുടെ പ്രതികരണങ്ങൾ സൂചിപ്പിക്കുന്നത്. ന്യൂസ് 18 തിരുവനന്തപുരം. തിരികെ എത്താം ഇടവേളയ്ക്ക് ശേഷം.